Guys, good morning. എണീറ്റുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. യെസ്, നേരെ പോണു ഡ്യൂട്ടിയിൽ. അയ്യോ, നല്ല തണുപ്പ് കേട്ടോ, ഒരു രക്ഷയില്ല. ബോഡി നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് സിസ്റ്റം ചെക്ക് ചെയ്യണം. അത് തന്നെ കുഴപ്പമില്ല, എല്ലാം സെറ്റാണ്. ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ ഡൗട്ടുണ്ടാകും. എനിക്ക് തോന്നുന്നു വർക്ക് കടന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അതിൻ്റെ തന്നെ ഇരിക്കുന്നത്. എഞ്ചിനീയറാണ്. ഒന്ന് പമ്പിൻ്റെ ഇതിൻ്റെ എഞ്ചിനീയറും ഒന്ന് ഇലക്ട്രിക്കിൻ്റെ. നോക്കാമെന്നാണ്. ഇത്ര 2 ദിവസം കഴിഞ്ഞിട്ട് എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കംപ്ലൈൻ്റ് കിടക്കണത്. അത് കാണിച്ചു തരാം. ഇതിവിടെ 2ാമത്തെ സ്റ്റെപ്പ് നടക്കുന്ന റിപ്പയറിങ്. ആദ്യം ബെയറിങ് കംപ്ലൈൻ്റ് ആയത്. അയ്യോ, 2-3 ദിവസത്തിനകം വലിയൊരു വർക്കുണ്ട്. കാണിച്ചു തരാം. കിടിലായിട്ട് കിട്ടുമെന്ന് തോന്നാണ്. അത് തന്നെ. വേറെ ടീം വന്നായിരുന്നു, വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിയിലക്കം ഇതിലെ ബേക്കറിയിലാണ്. സെറ്റായി. ഇതും കഴിക്കുക. ആദ്യം ഉച്ചക്കുള്ള ഫുഡ് കഴിക്കുക. ഫോണും ഒന്ന് ചാർജ് ചെയ്തിട്ട്. അത് തന്നെ. ഇതും കഴിച്ചിട്ട് കയറണം ഡ്യൂട്ടിയിൽ. അത് തന്നെ. ഫോണും എടുത്ത് ചാർജ് ആയില്ലേ, എന്നാലും കുഴപ്പമില്ല, മതി എന്ന് പറഞ്ഞാൽ പോയി ഒന്ന് സൈഫ് ഓപ്പൺ ചെയ്യാം. അത് തന്നെ ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി. ഈ സമയത്തുള്ള വെയിലൊക്കെ ഭയങ്കര ചൂടായി തുടങ്ങി കേട്ടോ. ഭയങ്കര ടെമ്പറേച്ചറായി. തണുപ്പ് രാവിലെ, ഉച്ചയ്ക്കേശം ചൂട്. അങ്ങനത്തെ സെറ്റ് ഇവിടെ കുഴപ്പമില്ല, സെറ്റാണ്. നേരത്തെ പുതിയതും കൂടി നോക്കണം. ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്തില്ലായിരുന്നല്ലേ? നേരത്തെ ഒരു വീഡിയോ എന്തോ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അതിലുണ്ട് ഇവിടെ ഈ ഫയർ വരുമ്പോൾ തീ പിടിച്ച അലാറം അടിക്കുന്ന സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ അതൊക്കെ വയറിങ്ങോ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വന്നതായിട്ട് ഉണ്ട്. കണക്ഷൻ മാത്രം കൊടുത്താൽ മതി, ബാക്കിയെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവർ. ഇനി അടുത്ത് ആദ്യം കമ്പ്യൂട്ടറിൻ്റെ സെക്ഷൻ നോക്കണം. ഇന്നലെ ഒരെണ്ണം മിസ്സായി. അതുകൊണ്ട് എല്ലാം ഒന്നും ഡബിളും ട്രിപ്പിളും ചെക്ക് ചെയ്യണം. 5-6 സ്ഥലമുണ്ട്. ഇന്നലെ ചെക്ക് ചെയ്തതാണ്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത്. അതുകൊണ്ട് ഡബിൾ വെരിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് ഇപ്പം റൂം കയറാണ്. ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോയിൻ്റ് എത്ര എന്ന് ഞാൻ അവരുടെ ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. ഇനി എന്തായാലും അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എന്തായാലും ചെയ്യണം. മനസ്സിലായോ? ഇനി അടുത്ത പമ്പ് റൂമിലേക്ക് പോയി ചെക്ക് ചെയ്യണം. കുഴപ്പമില്ല. ഈ 2-3 ദിവസം കഴിയുമ്പോൾ ഇവിടെ വർക്കുണ്ട്. സെറ്റ് വീഡിയോ കിട്ടും, വെറൈറ്റി വീഡിയോ കിട്ടും. ഇതുവരെ എല്ലാം ഓക്കെയാണ്. നേരത്തെ പോയി ചെടിയൊക്കെ നോക്കി ഒന്ന് സെറ്റൊക്കെ. അതെ, കുറച്ചും കൊണ്ട് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് പറഞ്ഞു. എല്ലാം പോയി. അത് ചെയ്ത് ഒരു ശീലം. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കുറച്ച് ചെടിയേ ഉള്ളൂ. അത് തന്നെ, ബാക്കിയെല്ലാം പോയി. ഇതും കഴിച്ചിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് പോയി കുളിക്കുന്നത് തന്നെ. ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച്
ഇനി വന്ന് ഫോണും ചാർജ് ഇട്ട് തുണിയൊക്കെ എടുത്തിട്ട് കുളിച്ച് കയറണം. അത് സിമ്പിൾ പരിപാടില്ല. അടുത്തൊരു കാര്യം നോക്കാൻ പറഞ്ഞ അവിടെ ഞാനോട് ചെറുതായിട്ടൊന്ന് ഷൂ എടുത്തിടാൻ വന്ന. ഷൂ ഇട്ടില്ലായിരുന്നു, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്ന് പോയി എൻ്റെ അടുത്തൊന്ന് നോക്കാൻ പറഞ്ഞു. നാളെ ചിലപ്പോൾ പമ്പഴിച്ച് മാറ്റും. അവിടെ വെക്കാൻ വേണ്ടി അവിടെ അടപ്പുള്ളൊരു സെറ്റപ്പ് ഉണ്ട്, അത് നോക്കണം. നോക്കട്ടെ അവിടെ ഉണ്ടോ. ശരി, ഇത് വലിയ നമ്മളെ പൈപ്പിൻ്റെ വലിയ പൈപ്പിൻ്റെ ഇതാണ്. അത് ഡമ്മിയും അല്ല. അത് ഞാൻ ഇനി താഴെ കൂടി ഉണ്ടാകും നോക്കാം. ചേർത്ത് നേരെ പോയി ഫോണൊന്ന് ചാർജ് ചെയ്ത് അതേ ബാക്കി പരിപാടിയെല്ലാം ലേറ്റായിപ്പോയി. വെരി ലേറ്റായിപ്പോയി. ഇന്ന് നാളെ പമ്പ് മാറ്റുമെന്ന് പറഞ്ഞു, ഉരുമെന്ന് പറഞ്ഞു റിപ്പയറിങ്ങിന് വേണ്ടി. അപ്പോൾ അമ്മ അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് പയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ എക്സ്ട്രാ ക്യാപ്പൊക്കെ ഇടണം, അതിൻ്റെ സൈസ്. എനിക്ക് തന്നെ ഡൗട്ടായിരുന്നു എവിടെയൊക്കെ ക്യാപ്പ് ഇടണം. ജോയിൻ്റ് കുറേ എടുത്തുണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ, നോക്കിയിട്ട് കിട്ടണില്ല. ഇനി അടുത്ത് പോയി ഒരു കോളം കൂടി വിളിച്ച് പറയാനുണ്ട്, അതും കൂടി നോക്കിയതിന് ശേഷം. കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്, എല്ലാം അങ്ങനെ പോകണം. ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. തലവേദനയ്ക്ക് ഇനി എന്തിന് ചെയ്യണമെന്ന് പറഞ്ഞുകൂടെ. നോക്കട്ടെ, കറക്റ്റാണ് സംസാരിച്ച് നോക്കട്ടെ അതിന് എന്തിനാണ്. അപ്പോൾ ബൈ ബൈ ഗായ്സ്.